സെറ്റ് ചെയ്യാം. ഇതിൽ സെറ്റ് ചെയ്യണോ? നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യട്ടെ. ഒരു പുതിയ വണ്ടി അങ്ങ് എടുക്കും. പുതിയ വണ്ടി എടുക്കും. ഒന്നും നോക്കില്ല. റേഞ്ച് റോവറാണോ ബെൻസ് വേണോ ഏത് വേണം എടുക്കാം. ബോട്ട് 2 ബോർഡ് ഊരി ഇടയ്ക്കിടയ്ക്ക് അവ എടുത്തോണ്ട് ഊരി. ഞാൻ എടുക്കൂലൊന്നുമില്ല. എനിക്കിത് പട്ടിഷ് മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആണ്. 2023 തീരാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ കാണിച്ച് വീടും പരിസരമൊക്കെ കാണിച്ച് എന്തെങ്കിലും വീട്ടിൽ ഇരുന്ന് എന്നെ കിടിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ എണീറ്റ് വന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 9:10 മണിയായിട്ടുണ്ട്. വെയിലടിക്കാൻ മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിരിക്കുന്നത് നമ്മളെ വീഡിയോ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ആയിട്ട് നിങ്ങളോട് അടിച്ചു പൊളിക്കില്ല. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. വീട്ടിലോട്ട് പോകാം. നമുക്ക് രാവിലെ തന്നെ പൂവിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ എന്തായാലും പൂവൊക്കെ പൂത്ത് നിൽപ്പുണ്ട് ഇന്നത്തെ ദിവസം തന്നെ. അപ്പോൾ എന്തായാലും കാറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാർ 20,000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും സർവീസിന് കൊടുക്കാൻ സമയമായി. നമുക്ക് എന്തായാലും ഇതിന് സർവീസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പോയി അതിന് വെച്ച് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. പിന്നെ ഇതിൻ്റെ ഫുൾ ചെളിയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ എന്തായാലും സർവീസ് കൊടുക്കുമ്പം സെറ്റാകുമായിരിക്കും. ഫുൾ ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് കറക്റ്റ് കാണിച്ചു തരാം. പിന്നെ അവിടെ എവിടെയൊക്കെ കുറച്ച് സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കാം. 20,397 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ 20,000-ലാണ് സർവീസ്. അപ്പോൾ ഉടനെ തന്നെ സർവീസ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യത്തെ പരിപാടി. അപ്പോൾ നമുക്ക് വണ്ടി ഓണാക്കി കാർ ഷെഡിലോട്ട് എടുത്തിടാം, അല്ലെങ്കിൽ ഇവിടെ ചൂടാവും. 20,397 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓവറേജ് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 15.6 ആണ്. പക്ഷേ നമ്മൾ കാർ എടുത്ത് പുറത്തിടുന്ന വേറെ കാര്യമൊന്നുമില്ല. കാർ ഷെഡിൽ എലി കയറുന്നുണ്ട്. കാർ ഷെഡിലല്ല, കാറിനകത്ത് എലി കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിന് കെണിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് എടുത്ത് കാർ പുറത്തിടണം. ഇനി ഇതിൻ്റെ അകത്തെല്ലാം ചത്തിരുന്നത് അതിന് പിന്നെ മെനക്കേടാം. അതുകൊണ്ടാണ് എടുത്ത് പുറത്തിടുന്നത്. അപ്പോൾ എന്തായാലും കാർ ഇപ്പോൾ രാവിലെ ആകുമ്പോൾ എടുത്താൽ പറ്റില്ല, രാത്രിയാകുമ്പോൾ പുറത്തെടുത്തത്. വെയിൽ കൊള്ളണ്ടാന്ന് വിചാരിച്ചെടുത്തിരുന്നതാണ്. അപ്പോൾ എന്തായാലും കാറ് നമുക്ക് ഇന്ന് ഈ സർവീസിന് കൊടുക്കണം. കാറ് നല്ല രസമായിട്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എലിയുടെ കാര്യമൊക്കെ റെഡിയാക്കിയിട്ട് സർവീസിന് കൊടുക്കണം. പിന്നെ നമ്മൾ വണ്ടിയിൽ എക്സോസ്റ്റ് വീഡിയോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു കിടില വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഈ കാറിനെ കുറിച്ച് പറയുന്നുണ്ട്. കാറിൻ്റെ ടയറിൻ്റെ കാര്യം കണ്ടില്ലേ, ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം മര്യാദയ്ക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഒരു 10-20,000 കിലോമീറ്റർ ഓടുന്നതാണ്. അപ്പോൾ കാറിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ടയറിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. കാക്കയൊക്കെ സെറ്റപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഫുള്ള് ഇവിടെ കഴുക്ക് സ്ക്രാച്ച് അത് ഇതൊക്കെ ഇട്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. ഫുള്ളും പണി തന്നെ. ഇനിയിപ്പോൾ എന്തായാലും റെഡിയാക്കി വരാൻ കുറച്ച് സമയം എടുക്കും. എന്തായാലും സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുമ്പോൾ നല്ല പണി കാണും. എല്ലാ ടയറും ഇനി അലൈൻമെൻറ്റൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം ചിലയിടത്ത് വെട്ടിത്തേണുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അകത്തൊക്കെ നല്ല സൂപ്പറായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ സർവീസിനും കൊടുക്കുമ്പോൾ റെഡിയാക്കി തരും. പിന്നെ നമുക്ക് ഇതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്കതും സെറ്റാക്കാം. പിന്നെ നമുക്ക് അതിനകത്ത് കളർ അടിക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് സെറ്റാക്കാം. പിന്നെ നമ്മൾ ബാക്കി 3 വണ്ടിയാണ് ഇതായിരിക്കുന്നത്. ഒന്ന് ആക്റ്റീവ, ഒന്ന് ബുള്ളറ്റ്, ഒന്ന് എൻ്റെ ഇൻ്റർസെപ്റ്റർ. ഇത് ഞാൻ എൻ്റെ വണ്ടിയാണ്, ഇത് വീട്ടിലത്തെ വണ്ടിയാണ്, ഇത് എൻ്റെ വണ്ടിയാണ്. അമ്മച്ചി ഇവിടെ നിന്ന് പത്രം വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സിംഗിൾ സീറ്റൊക്കെ അയക്കുക ചെയ്യണം. അതൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് മറ്റേ സീറ്റ് തരണം. ഇന്ന് ക്രിസ്മസ് അല്ലേ, അപ്പം ഇന്ന് കറക്കാൻ കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. പറ്റുവാണെങ്കിൽ ആ വീഡിയോയും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. കണ്ടോ, എക്സോസ്റ്റൊക്കെ തിരിച്ചായിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ക്ലാമ്പ്, ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇതിൽ ഇനി ഇവിടെ പുറത്തൊരു കവറുണ്ട്, അതൊക്കെ കുട്ടൻ്റെ വെട്ടിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ക്ലാമ്പുണ്ട്, ക്ലാമ്പല്ല ഒരു സ്ക്രൂ ഉണ്ട്, അതും വെക്കണം. അത് ഇതിൽ വെച്ചിട്ടില്ല. അതൊക്കെ വെച്ചിട്ട് ഇത് സെറ്റാക്കണം. സീറ്റ് മാറ്റി വയ്ക്കണം. നമുക്ക് വണ്ടി എടുത്ത് പുറത്ത് വയ്ക്കാം. ഈ വണ്ടി ആ കറുത്ത കാറും കാണാക്കിടയിൽ നല്ല കോമ്പിനേഷൻ ഇല്ലേ. അപ്പോൾ എൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രിപ്പൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ടയർ എന്തായാലും 2,000 കിലോമീറ്ററിനകത്ത് തീരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏകദേശം 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ ടയറല്ല, ടോട്ടൽ വണ്ടി മൊത്തത്തോടെ 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയറിന് അത്യാവശ്യം ഒരു 1,500, 2,000 എങ്ങനെയെങ്കിലുമൊക്കെ ഒട്ടിക്കണം. ഒരു 16,000-ത്തിലെങ്കിലും എത്തിച്ചില്ലെങ്കിൽ പണി പാളും. അപ്പോൾ ഈ സാധനം ഊരണം. ഈ സാധനം എന്തോ കുറച്ച് ദിവസം വെച്ചപ്പോൾ ഒരു ലുക്കില്ലാത്തല്ലോ. അപ്പോൾ അത് ഊരണം. പിന്നെ നമുക്ക് സീറ്റും മറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ അത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കിടിലായിട്ട് വീണ്ടും ചെയ്യാം. അപ്പോൾ GTയുടെ ഹാൻഡിലാക്കാൻ കുറച്ച് പേര് അറിയാൻ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ആദ്യം തന്നെ ബ്രേക്ക് സെറ്റാക്കണം. ഫ്രണ്ട് ബ്രേക്ക് ചെറിയ കുറവുണ്ട്. അപ്പോൾ അത് ആദ്യം സെറ്റാക്കണം. അതൊക്കെ കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. വണ്ടി വാഷ് ചെയ്യണമെന്നല്ല, എന്തായാലും ക്രിസ്മസ് ഇല്ല. അപ്പോൾ എന്തായാലും വണ്ടി കഴുകി സെറ്റാക്കി കുറച്ച് കാര്യങ്ങൾ അവിടെ എവിടെയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ എന്തായാലും വണ്ടി വാഷ് ചെയ്യണം. പിന്നെ ആ വണ്ടി വാഷ് ചെയ്യണം. അത് കുറേ ദിവസം വാഷ് ചെയ്തിട്ട് അതും കഴിയണം. പിന്നെ ഫ്രണ്ട് ടയർ ഏതാണെന്ന് ചോദിച്ചത്, ഫ്രണ്ട് ടയർ വന്നിട്ട് സിയേറ്റിൻ്റെ 110, 120 എന്തോണ് സൈസ്, 100 എത്രയാണ് അറിയാവുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പം ഇതാണ് ഫ്രണ്ട് ടയർ. അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കോർണർ ചെയ്യുമ്പോഴൊന്നും വലിയ പ്രശ്നമൊന്നും പറയണില്ല. ബാക്ക് ടയർ വന്നിട്ട് റാൾക്കോയുടെ ഒരു ടയറാണ്. എവിടെ അതിൻ്റെ ലോഗോ? റാൾക്കോയുടെ ഒരു അതിൻ്റെ അടയുണ്ട്. റാൾക്കോ ബാക്കി ഇവിടെ റാൾക്കോ സ്പീഡ് എന്ന് പറഞ്ഞ ടയറാണ്. അത്യാവശ്യം കൊള്ളാം, നല്ല ടയറാണ്. അത്യാവശ്യം ടയറിലൊക്കെ കയറി പോവുകയും ചെയ്യും. കുഴപ്പമില്ല, നല്ല ടയർ തന്നെ. ഇവിടെയൊക്കെ തീരാറായി. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ടയറിൻ്റെയൊക്കെ അവസ്ഥ. പിന്നെ നമ്മളൊരു
ഇതെന്തോ അതിൻ്റെ പേര്, ഹെൽമെറ്റ് ലോക്കൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഹെൽമെറ്റൊന്നും ലോക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെയും കൊണ്ട് കുത്തി വെച്ചിട്ട് ഇതിലാണെങ്കിൽ പിന്നെ മിററും കാര്യങ്ങളൊന്നും അവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടാങ്കിൽ വെക്കാനും പറ്റില്ല, ഇവിടെ ലോക്ക് ചെയ്തിടാനേ പറ്റൂ. അതൊക്കെയാണ് അവസ്ഥ. ചെയിൻ ലൂബൊക്കെ അടിച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി കഴിയുമ്പോൾ എന്തായാലും പോകും, എന്നിട്ട് വീണ്ടും നമുക്ക് അടിച്ച് സെറ്റാക്കാം. പിന്നെ വേറെ ഇതൊക്കെ എന്തായാലും ഇത് തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എവിടെയും കറങ്ങാൻ പോകുമ്പോഴൊക്കെ മാപ്പൊക്കെ നോക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളെ വണ്ടിക്ക് അപ്ഡേറ്റ്. പക്ഷേ ഈ ബുള്ളറ്റ് ഏതാന്ന് കുറേ ചോദിച്ചായിരുന്നു. ഇത് 2016 17 മോഡൽ, അതോ 18, ഏകദേശം ഒരു 5-6 വർഷമായിരുന്നു തോന്നുന്നു. റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആണ്. ഏകദേശം 36,000 കിലോമീറ്ററൊക്കെ ഓടി. വണ്ടി അവൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പിന്നെ ഒന്നും എടുക്കാറില്ല. എൻ്റെ ടയറും കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണോ എന്തോ, എന്താ മാറ്റിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇതിൽ കരിയോയിലൊക്കെയാണ് അടിക്കുന്നത്, ചെയിൻ ലൂബൊന്നും അല്ല, കരിയോയിൽ. ചിലവരൊക്കെ എങ്ങനെയാണല്ലോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ആ ടയറൊക്കെ നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വീഡിയോ വേണമെന്ന് ചോദിച്ചായിരുന്നു. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴെങ്കിലൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ആക്റ്റീവാണ്. ഇത് നല്ലപോലെ തേഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ കളർ മങ്ങി, ഇവിടെയൊക്കെ കുറച്ചൊക്കെ നല്ല ഞാൻ തന്നെ കൊണ്ടുവച്ച് സ്ക്രാച്ചാക്കി. ഇതൊക്കെ ഞാൻ തന്നെയാണ് പൊട്ടിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണമെന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും സെക്കൻഡ്സ് കിട്ടുമെങ്കിൽ ഇതിൻ്റെ പാർട്സൊക്കെ വാങ്ങിച്ച് വയ്ക്കാം. പിന്നെ ഫുൾ അഴുക്ക് പിടിച്ചൊക്കെ ഇരിക്കുകയാണ്, ഇവിടെയൊക്കെ ഉണ്ടോ. അപ്പോൾ വണ്ടി ഒന്ന് കഴുകണം. വാട്ടർ സർവീസ് കൊടുത്ത് കഴുകിയാലും അതായാലും മതി. അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പം ഇത് ഇത്രയാണ് നമ്മളെ വീട്ടിലത്തെ വാഹനങ്ങൾ. 1 2 3 4. പിന്നെ നമുക്കൊരു സൈക്കിളും കൂടെ ഉണ്ട്, അത് മുകളിലിരിപ്പുണ്ട്. അത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴൊന്നും കാണിച്ചിട്ടില്ല. അതെന്തായാലും റെഡിയാക്കി എടുക്കണമെന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെറ്റാക്കി എടുക്കാം. അതെന്തായാലും 1000-1500 രൂപ ആണോന്നാണ് റെഡിയാക്കുക. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റാക്കി എടുക്കാം. പക്ഷെ എനിക്ക് എന്തായാലും എന്തോ ഇത് ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ തന്നെ ഇത് എൻ്റെ വണ്ടിയാണെന്നൊരു സംശയമുണ്ട്. കാരണം എന്തോ അത്രയ്ക്ക് ഭയങ്കര ഒരു കിട്ടുന്ന സംഭവമല്ലോ, എൻ്റെ വണ്ടി തന്നെയാണോ ഇത്, അത്രയ്ക്ക് ഒരു ഫീൽ തോന്നുന്നുണ്ട്. കണ്ടോ, ഒരു രക്ഷയില്ലല്ലേ. പ്രോസിക്യൂട്ടറിൻ്റെ ബോർഡ് ബാക്കിയിരിപ്പുണ്ട്, അതെടുത്ത് തിരിച്ചു വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ എവിടെയും കൊണ്ട് കറങ്ങണം. അപ്പോൾ എന്തായാലും ബോർഡ് അവൻ പോയപ്പോൾ എന്തോ ഊരിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. ബോർഡ് ഇതിൻ്റെ അകത്ത് എവിടെയും കാണാം, അതോടൊപ്പം ഉണ്ട്. ഇതാണ് ബോട്ട്. 2 ബോർഡ് ഊരി, ഇടയ്ക്കിടയ്ക്ക് അവ എടുത്തുകൊണ്ട് ഊരി. ഞാൻ എടുക്കൂരൊന്നുമില്ല, എനിക്ക് ഇത് പട്ടിഷ് മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇതെടുത്ത് വയ്ക്കണം. ഇതെന്ന് വെച്ച് പോലീസ് പിടിക്കണം തന്നെ, ഞാൻ വയ്ക്കുമ്പോൾ മിക്കവാറും പോലീസ് പിടിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഊരി ഇത് സെറ്റ് ചെയ്യണം. അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണും. യെസ്, 3 എണ്ണമല്ലേ ഉള്ളൂ, 1 കൂടെ ഉണ്ടല്ലോ. 1 കൂടെ ഉണ്ട്. ഓക്കെ യെസ് ഗൈസ്, ഇപ്പോൾ 4 ബോൾട്ടും കിട്ടും. അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് എന്തായാലും സെറ്റ് ചെയ്യാം. ഇറങ്ങിപ്പോടാം. അപ്പോൾ എന്തായാലും ഇത് സെറ്റ് ചെയ്യാം. എന്തായാലും ഇതും കൂടെ സെറ്റ് ചെയ്യാം. ഇതിൽ സെറ്റ് ചെയ്യണോ? നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യല്ലേ? പക്ഷേ ഇത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാല്ലേ, പഠിച്ചാൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യായിരുന്നു. പഠിക്കണ്ടേ. അപ്പോൾ നമുക്ക് എന്തായാലും കാറിൽ സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്ത പക്ഷേ കൊള്ളായിരിക്കില്ലേ? നോക്കാം, നമുക്ക് എൻ്റെ ജഡ്ജി സെറ്റ് ചെയ്യാം. ഇവിടെ എന്തായാലും ഇത് വയ്ക്കണം. അപ്പോൾ ഇതും കൂടെ വെച്ചിട്ട് വരാം. ഈ ബോർഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ കാറും ബൈക്കും എടുത്ത് പുറത്ത് വെച്ച് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എന്തായാലും അത് ആദ്യം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, കൊള്ളാമല്ലേ? നമുക്ക് ഈ സാധനത്തിനാണെങ്കിൽ കളർ മാറ്റായിരുന്നില്ലേ? ചോദിച്ചിട്ട് കളർ മാറ്റാൻ പറ്റും. അലോയൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് പൈസ കിട്ടുന്ന സമയത്ത് എന്താ ചേഞ്ച് ചെയ്യുക, യൂട്യൂബിൽ നിന്ന് എന്തായാലും ക്യാഷ് കിട്ടുന്ന സമയത്ത് എന്തായാലും ഇതൊക്കെ നമ്മൾ സെറ്റാക്കാം. അല്ലെങ്കിൽ നമ്മൾ പുതിയ വണ്ടി അങ്ങ് എടുക്കും, പുതിയ വണ്ടി എടുക്കും, ഒന്നും നോക്കില്ല. റേഞ്ച് റോവർ വേണോ, ബെൻസ് വേണോ, ഏതോണം എടുക്കും. നിങ്ങൾ പറയണോ നമ്മൾ സെറ്റാക്കിയിരിക്കും. നമ്മൾ ഇൻ്റർസെപ്റ്റർ എടുത്തില്ലേ, അതുപോലെ നമ്മൾ എടുത്തിരിക്കും. അപ്പോൾ എന്തായാലും ഈ സാധനം കളർ മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ചോദിച്ചു നോക്കാം, മാറ്റണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ ഇല്ല. ഡീസൽ തുറക്കണില്ല, നീ തുറന്ന് പൊട്ടണമെങ്കിൽ ഇനി എൻ്റെ തലയിലോ. അപ്പോൾ എന്തായാലും ഈ സാധനത്തിനകത്ത് പുതിയ ടയറൊക്കെ ഉണ്ട്. അപ്പം വണ്ടി സെറ്റാണ്. ഉണ്ടാവും ഇതിൻ്റെ എക്സോസ്റ്റ് ഉണ്ട്. ഇത് ഷോർട്ട് ബോട്ടിലാണെന്ന് തോന്നുന്നത്. കീറിപ്പൊളന്നൊക്കെ ഇരിക്കണം. അതിൻ്റെ ഇതൊക്കെ ഇരിക്കണം. അപ്പോൾ എന്തായാലും പുതിയത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യായിരിക്കും. ഇടയ്ക്ക് എന്തോ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായിക്കൊണ്ട് വന്നേ ഉള്ളൂ. അപ്പം അതാണ് ഈ വണ്ടിയുടെ അവസ്ഥ. വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഓയിൽ ചേഞ്ച് സർവീസ് ചെയ്യുന്ന സമയം ഇപ്പോൾ എത്രയായി, 32,000 കിലോമീറ്റർ. അപ്പം 26,000 ചെയ്തതാണ്, 4,000 ചെയ്യാൻ പറഞ്ഞാണ്. ആരടുത്ത് പറയാനാ. അപ്പോൾ എന്തായാലും അത് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സർവീസ് ഉണ്ട്, ഇപ്പോൾ 2 വണ്ടിയുടെ സർവീസ്. ഇതിന് ഏകദേശം 5,000 എങ്കിലും ആവുമായിരിക്കും. അതിനൊരു 1,000 രൂപ 1,500 രൂപയാവും. ഇതിനിപ്പോൾ സർവീസ് ഇല്ല. എന്തായാലും എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തന്നെ ചെയ്യും. എന്തായാലും ആരുടെ പൈസയും ചെയ്യില്ല, കൂട്ടി വെച്ച് ഞാൻ എന്തായാലും സ്വന്തമായിട്ട് ചെയ്യും. ആദ്യം ബ്രാക്ക് ഒന്ന് സെറ്റാക്കണം. ഇവിടെയൊക്കെ വല പിടിച്ചിട്ടുണ്ട്, അതൊന്ന് സെറ്റാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി കഴിവൊന്നുമില്ല. ഉണ്ടോ എൻ്റെ ഡിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഡിസ്ക് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഷോറൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത് 7,000 രൂപ അത് മാറ്റണം. പക്ഷേ ഞാൻ വേറൊരു കടയിൽ പോയി പറഞ്ഞ് ഡിസ്കിന് കംപ്ലയിൻ്റ് ഒന്നും വരില്ല. എന്തായാലും നന്നായി, അല്ലെങ്കിൽ ഷോറൂമുകാർ തേച്ചാൽ തന്നെ. എന്തായാലും ഏകദേശം
7,500 അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഡിസ്ക് മാറ്റി. അതെല്ലാം ജി ടിക്കും ഇൻ്റർസെപ്റ്ററിന് പറഞ്ഞൊരു സംഭവമാണ് ഈ സംഭവം ആടുന്നത്. ഈ സംഭവം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഒന്ന് ആടും. അത് ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ്, ഇത് മാറണം. ആ കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ ഒരു 6 മാസമായി എന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ട്. അങ്ങനെ ഞാൻ വേറൊരു കടയെ കൊണ്ട് വെച്ച് പറഞ്ഞാൽ അത് എല്ലാ വണ്ടിക്കും പറഞ്ഞാണ്, അതൊരു കംപ്ലയിൻ്റ് അല്ല, അതങ്ങനെ ലൂസാക്കി ഇടുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ പൈസയും കൂടെ കയ്യിൽ നിന്ന് പോയേനെ. ഗൈസ് ഒറ്റ ഫ്രെയിമിൽ 2 വണ്ടി, 2 ഫോക്കസ് ആവണില്ലേ? ഫോക്കസ്, ഞാനും ഫോക്കസ് ആയി. എന്താ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആണോ? നിങ്ങളും മനസ്സിൽ ഇതുപോലെയൊക്കെയാണ് കാണുന്നത്. എന്തായാലും എൻ്റെ വണ്ടി ഇതാ വെക്കലില്ല. എൻ്റെ വണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാർ ഷെഡ് വരുമ്പോൾ ഈ സാധനം കാണും. ഇപ്പോൾ ഞാൻ ഇതെൻ്റെ വണ്ടിയാണ് ആ ഫീൽഡിൽ എനിക്ക് ഇപ്പോഴും നോക്കാറുണ്ട്, ഇത് തോന്നാറുണ്ട്. കാരണം അത്രയ്ക്ക് ലുക്കാണ് എൻ്റെ പൊന്നും, ഒരു രക്ഷയില്ലാത്ത സാധനം. അതുപോലെ തന്നെ നമ്മളെ കാറുണ്ടല്ലോ, ഫ്രണ്ട് ബ്ലറാണെന്നോ. എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ അടിക്കുക. നമുക്ക് എന്തായാലും അടുത്തോട്ട് അതിന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ എന്തോ പഠിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. ഞാൻ ഇപ്പോൾ LLB ആണ് പഠിക്കുന്നത്. അതാണ് ഞാൻ കുറച്ച് നേരത്തെ വണ്ടിയിൽ ബോർഡ് വെച്ചാൽ കൊള്ളാമെന്ന് ചോദിച്ചത്. പഠിച്ചിരുന്നെങ്കിൽ വെക്കായിരുന്നു, ഇനി വയ്ക്കാം. ഇനി എന്തായാലും കോഴ്സ് ഒരു 3-4 മാസം കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം എഴുതിയെടുത്ത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം പഠിച്ച് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ എന്തായാലും അതും പുറകെ വരുന്നതാണ്. എന്തായാലും ഫ്രെയിം, ബാക്കിലത്തെ ഫ്രെയിം വാവും. പക്ഷേ എൻ്റെ വീട് ഞാൻ നേരെ കാണിച്ചില്ല, പുറമേ അല്ലേ നേരെ കാണിച്ചിട്ടുള്ളൂ. എൻ്റെ റൂമും കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ വണ്ടി, ഇതാണ് എൻ്റെ വീട്. അപ്പം ഇതൊക്കെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്മസ് ആയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ട്. നല്ലൊരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ റൂം കാണിച്ചു തരാം. ബാക്കിയൊക്കെ എല്ലാ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ എൻ്റെ റൂം എന്തായാലും ഞാനല്ലേ എൻ്റെ റൂം നോക്കുന്നത്. അപ്പോൾ എൻ്റെ റൂം എന്തായാലും കാണിച്ചു തരാം. അയ്യോ ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തായാലും വണ്ടി കഴിവണം. എന്തായാലും നമുക്ക് പോയി റൂമിനകത്ത് പോയിട്ട് വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതൊക്കെ നോക്കാം, വരാം. പക്ഷേ നമുക്കപ്പോൾ എന്തായാലും വീടിനകത്ത് പോകാം. അപ്പോൾ എന്തായാലും വണ്ടി കാര്യങ്ങളൊക്കെ ഇത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒരെണ്ണടുത്ത് മരത്തിൻ്റെ അടിയിൽ ഒരെണ്ണം കാർ ഷെഡിൽ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുകളിലെത്തി, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇന്നലെ പണി കഴിയുമ്പോൾ ഈ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ റൂം. അലങ്കോലമായിട്ട് കിടക്കായിരിക്കും, കുഴപ്പമില്ല, ഞാൻ ഇതുപോലെ തന്നെ കാണിച്ചു തരാം. പക്ഷേ ഇതാണ് എൻ്റെ റൂം, ഇതെൻ്റെ കട്ടിൽ, ഇതെൻ്റെ കണ്ണാടി. ഇവിടെ നിന്നാണ് ഞാൻ ഓരോ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ PC. ഇത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കും, വല്ലപ്പോഴും ഉപയോഗിക്കും. അതാണ് എൻ്റെ PC. പിന്നെ നമുക്ക് വണ്ടി ഗിറ്റാറുണ്ട്, വേറെ ഗിറ്റാർ കൊണ്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വണ്ടിയുടെ സീറ്റ് വാങ്ങിച്ച കവറ്. പിന്നെ അത് ക്രാഷ് ഗാർഡ് തരും, പഴയ ക്രാഷ് ഗാർഡ്. പിന്നെന്താ തുണിയൊക്കെ ഇവിടെ കഴിച്ചിട്ടിരിക്കുന്നു. ബാക്കി പൈസ അതൊക്കെ തന്നെ എൻ്റെ റൂമിലുള്ളത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ ഫോട്ടോ, വണ്ടി എടുത്തപ്പോൾ ഉള്ളൊരു ഫോട്ടോ, വണ്ടി എടുത്തപ്പോൾ ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ. പിന്നെ ഇത് കൂട്ടുകാരനായിട്ട് കുളിക്കാൻ പോയപ്പോഴുള്ളൊരു ഫോട്ടോ. ഇത് തന്നെ ഏതൊരു കാട്ടിൽ പോയി നിൽക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. വേറെയും കുറേയൊക്കെ ഉണ്ട്, അതൊക്കെ എവിടെയൊക്കെ ഇരിക്കുകയാണ്. നമുക്കിപ്പോൾ വണ്ടിയുടെ സാധനങ്ങൾ നോക്കാം. വണ്ടിയുടെ സാധനങ്ങൾ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഒരു ചെല്ലു വെസ്ട്ര പുതിയത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. 2 ബ്ലാക്കിൻ്റെ ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ ഇത് സാരി ഗാർഡ്, ക്രാഷ് ഗാർഡിൻ്റെ ഇത്, മിറർ, പഴയ വൈസർ, പുതിയ വൈസർ. പിന്നെ ഇത് മിററാണെന്ന് തോന്നുന്നു. ഇത് മിറർ, ഇത് മിറർ, ബാക്ക് മഡ് ഗാർഡ്, സൈഡ് മിറർ, ബാറിൻ്റെ മിറർ, എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. കുറേ ഉണ്ട്, വേറെയും കുറേയൊക്കെ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലൊക്കെ കാണും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള പരിപാടി. പിന്നെ ഇതാണ് എൻ്റെ റൂം. ഞാൻ വൈകിട്ട് കാണിച്ചത്. പക്ഷേ ഇതാണ് എൻ്റെ റൂം, കണ്ടോ. ഇത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് കർട്ടനൊക്കെ ഇട്ടിട്ട് കമ്പ്യൂട്ടർ ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട്. തുണിയൊക്കെ ഇവിടെ വലിച്ചു കയറിയിട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊക്കെ തുണി അടുക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ PC ഒക്കെ ഇനി PC ഒക്കെ സെറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഗെയിമിംഗ് സെറ്റപ്പ് ആക്കണമെങ്കിൽ അത് സെറ്റപ്പ് ആക്കാം, എല്ലാം സെറ്റാക്കാം. ഇതൊക്കെയാണ് എൻ്റെ റൂം. ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. ഇതൊക്കെ പുറത്തുള്ള വ്യൂ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണവർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോ കാണിക്കാറുണ്ട്. പട്ടി ഷോ കാണിക്കാൻ വേണ്ടി ഇത് സ്റ്റോറി ഇടാറുണ്ട് എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ്. കണ്ടോ, ദിസ് ഈസ് മൈ റൂം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ സമയം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ക്രിസ്മസ് ആണ്, അപ്പോൾ എന്തായാലും പുറത്ത് പോകണം. അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും വൈകുന്നേരം നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ കൂടെ സെറ്റ് ചെയ്തിട്ടാം. ഇന്നലെ നമ്മൾ വീഡിയോ ഇടുന്ന അലിഗേറ്റർ കാറിൻ്റെ സെയിലിനെ കുറിച്ച്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതുപോലത്തെ കണ്ടന്റ് നമ്മൾ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ, ടാറ്റ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ. ബൈ.